ഹലോ സൂരജ്, വെൽക്കം ടു റേഡിയോ മാംഗോ. താങ്ക് യു. ഒരുപാട് സ്റ്റീരിയോ ടൈപ്പുകളെ ബ്രേക്ക് ചെയ്തിട്ട് വരുന്ന ഒരു സിനിമയാണ് വിശേഷം അല്ലേ? നമുക്ക് ആ ട്രെയിലർ കാണുമ്പോൾ കിട്ടുന്ന ഒരു സൂചന അതാണ്. ഇങ്ങനത്തെ ഒരു സിനിമ ആയിട്ട് സ്റ്റോറിയൊക്കെ ആയിട്ട് ആനന്ദ് വന്നു കഴിഞ്ഞ സമയത്ത് ഈ സിനിമ എടുക്കാനുണ്ടായ ഒരു മോട്ടിവേഷൻ എന്താ ആദ്യം തന്നെ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സബ്ജക്റ്റ്, ഇതിൻ്റെ ബേസിക്. കാരണം ആനന്ദ് എൻ്റെ അടുത്ത് വരുന്നത് ഒരു കംപ്ലീറ്റ് ചെയ്ത ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത കഥയായിട്ടോ അല്ല വരുന്നത്. കാരണം ഞാനും ആനന്ദും സുഹൃത്തുക്കളാണ്. ആനന്ദിൻ്റെ കരിയർ തുടങ്ങുന്ന കാലം മുതൽ തന്നെ അടുപ്പമുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 20 വർഷത്തിനടുത്ത് ഞങ്ങൾ തമ്മിൽ വളരെ സ്ട്രോങ് ബന്ധമുണ്ട്. ഞാൻ പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആഡ് ഫിലിം മേക്കറാണ് ഞാൻ ബേസിക്കലി. അപ്പോൾ എൻ്റെ ആദ്യകാലം ഇപ്പോൾ വഴിയുള്ള എല്ലാ പരസ്യങ്ങളും മ്യൂസിക് ചെയ്തിരിക്കുന്ന ആനന്ദാണ്. ഏകദേശം ഒരു 100-400ഓളം പരസ്യം ഞാൻ ചെയ്തതാണ്. അപ്പം അത്രയും സ്ട്രോങ് ബന്ധമുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത്, ആദ്യകാലത്തൊക്കെ കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ആയിരിക്കില്ല ചിലപ്പോൾ തരിക, അല്ലെങ്കിൽ ഇതൊരു കുറച്ച് സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു എഡിറ്റ് അങ്ങോട്ട് കൊടുത്താൽ മതി, ഞാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ മേലെയുള്ള മ്യൂസിക് ആണെന്ന് എനിക്ക് തിരിച്ചയക്കും. അപ്പോൾ ഞങ്ങൾക്കിടെ കറക്ഷൻ ഇല്ലാണ്ടായി, സിങ്ക് പ്രോപ്പറായി വന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ ചർച്ചകൾ ഭയങ്കര സ്മൂത്തായി. ഞങ്ങൾ പല കാര്യങ്ങൾ, കഥകൾ ഒരുപാട് സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ സംസാരിച്ച് വന്ന സമയത്താണ് ആനന്ദ് ഏറ്റവും കൂടുതൽ കഥകൾ പറയുന്നത് എൻ്റെ അടുത്തായി മാറി. കാരണം ആനന്ദ് കഥാകാരനല്ലായിരുന്നു, ആനന്ദ് മ്യൂസിക് ഡയറക്ടറായിരുന്നു. അവിടെ നിന്ന് ആനന്ദ് എഴുത്തിലേക്ക് തിരിയുന്നത് ഇങ്ങനെയാണ്. വിശേഷം ഞങ്ങൾ എനിക്ക് തോന്നുന്നൊരു 4 കൊല്ലം മുന്നേ ഞങ്ങൾ ഇതിൻ്റെ ത്രെഡ് സംസാരിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങൾ ഈ സബ്ജക്റ്റ് മൂവ് ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ കോവിഡ് കയറി ശക്തമായത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരു 4 ചുവരുകൾക്കകത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിനകത്ത് നിൽക്കുന്ന പരിപാടികൾ മാത്രം ചിന്തിക്കാമെന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ അങ്ങനെ ചെയ്ത സിനിമയാണ് കൃഷ്ണൻകുട്ടി പണി തുടങ്ങി. അതും ആനന്ദാണ് എഴുതുന്നത്. ആക്ച്വലി അതാണ് ആനന്ദിൻ്റെ പുറത്ത് വരുന്ന ഫസ്റ്റ് സ്ക്രിപ്റ്റ്. ആനന്ദിൻ്റെ എല്ലാ ബ്രേക്കുകളും എൻ്റെ കൂടെയാണെന്നുള്ളത് എനിക്ക് ഭയങ്കര അഭിമാനം തരുന്ന കാര്യമാണ്. കാരണം ഓരോ സ്റ്റെപ്പിംഗ് സ്റ്റോണും, ഇപ്പോൾ ആനന്ദിൻ്റെ ഏറ്റവും ഹിറ്റ് പാട്ട് പൊടിമീശ മുളയ്ക്കണ കാലം എന്ന് പറഞ്ഞ പാട്ട്, അത് എൻ്റെ സിനിമയാണ്. അതെനിക്ക് എപ്പോഴും ഭയങ്കര അഭിമാനത്തോട് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ഡെബ്യൂ റൈറ്ററും ഡെബ്യൂ ആക്ടറും ഒക്കെ അങ്ങനെ ഓരോ സ്റ്റെപ്പിലും ഞങ്ങൾ ഒന്നിച്ച് തോളോട് തോൾ ചേർന്നാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ വിശേഷത്തിൻ്റെ തോട്ട് നമുക്കപ്പോൾ നേരത്തെ ഉണ്ട്. അത് ഞങ്ങൾ പിന്നെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഒരു ബേസിക് ഔട്ട്ലൈൻ ഉണ്ടാക്കി അവിടെ വെച്ചു. ഞങ്ങൾ കൃഷ്ണൻകുട്ടിയിലേക്ക് തിരിഞ്ഞു. കൃഷ്ണൻകുട്ടി ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കോവിഡൊക്കെ മാറി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത സിനിമ എന്നുള്ളത് നമ്മൾ വിശേഷം എന്ന് ഞങ്ങൾ മനസ്സിൽ ഫിക്സ് ചെയ്തു. പിന്നെ ഞങ്ങൾ അതിൻ്റെ സംസാരിച്ച് ഡെവലപ്പ് ചെയ്യുന്ന പരിപാടിയാണ് ഞങ്ങൾക്കിടയിലുള്ളത്. അങ്ങനെ ആണ് അതിലേക്ക് വന്നത്. കാരണം അതിൻ്റെ ഫസ്റ്റ് തോട്ട് ഭയങ്കരമായിട്ട് എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നൊരു പരിപാടിയായിരുന്നു. ഫസ്റ്റ് തോട്ട് അങ്ങനെയാണ് നമ്മളതിൽ പിടിക്കുന്നത്. അപ്പം എൻ്റെ ഒരു ടേസ്റ്റിലുള്ള സിനിമകളുമായിട്ട് വളരെ എൻ്റെ ഒരു ഇഷ്ടങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ എനിക്ക് അത് ഒരു ഫീൽ ഗുഡ് പരിപാടി, രസമുള്ള തമാശയിലൂടെ കുഞ്ഞു ചിരിയോടുകൂടി കണ്ടിരിക്കാവുന്ന, മനസ്സ് നിറഞ്ഞ തിയേറ്ററിൽ നിന്ന് പോകുന്ന, അതിൽ മാച്ചാവുന്നുണ്ട്. അതാണ് നമ്മൾ വിശേഷം ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രെയിലർ കാണുന്ന സമയത്ത് അതിന് തുടക്കത്തിൽ എഴുതി കാണിക്കുന്നുണ്ട്, ഈ നായകൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ നിന്നുള്ള ഒരാളാണ്, നിങ്ങളുടെ ഇടയിൽ നിന്ന് നായകനും നായികയും ഉണ്ടെന്ന് തന്നെ. ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ ഈ നായകനെയൊക്കെ ചൂസ് ചെയ്യുന്നതിൽ ഒരുപാട് നിബന്ധനകൾ വെക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു ഡയറക്ടറാണോ, അല്ലെങ്കിൽ എല്ലാ സ്റ്റീരിയോ ടൈപ്പുകളെയും ബ്രേക്ക് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഡയറക്ടറാണോ? എനിക്ക് ഈ സ്റ്റീരിയോ ടൈപ്പുകൾ എന്ന് പറഞ്ഞ സംഭവത്തെ ബ്രേക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. ഈവൻ ഞാൻ ഇവിടുത്തെ ഒരു അറിയപ്പെടുന്ന ഒരു ബ്രാൻഡിന് വേണ്ടി ഒരിക്കലും ഒരു പരസ്യം ഒരുക്കിയിട്ടുണ്ട് നേരത്തെ. ഒരു മാട്രിമോണിയൽ ബ്രാൻഡാണ്. അതിൻ്റെ ഭയങ്കര വൈറലായൊരു പരസ്യമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ബ്രേക്കിംഗ് സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറഞ്ഞു വന്നൊരു പരിപാടിയാണ്. ഇപ്പോൾ നമ്മൾ ആക്ച്വലി മനഃപൂർവ്വം സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്യുക എന്നുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. കാരണം നമ്മളെന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ നോക്കിയത് ഈ സിനിമയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരാൾ അഭിനയിക്കുക, പിന്നെ ഈ സിനിമ ഭയങ്കര ഫ്രഷ് ആയിരിക്കുക. കാരണം ഇതിൻ്റെ സബ്ജക്റ്റ് ഭയങ്കര സിമ്പിളാണ്. കാരണം വിശേഷം എന്ന് പറയുന്ന സിനിമ ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സിനിമയേ അല്ല, ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു സിനിമയാണ്. ഈ സിനിമ മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിയോ ശക്തിയോ ഒന്നും വേണ്ട, ഭയങ്കര സിമ്പിൾ സിനിമയാണ് വിശേഷം. നമുക്കറിയാവുന്ന കഥയാണ്, എൻ്റെ വീട്ടിലെ കഥയാണ്, നിങ്ങളുടെ വീട്ടിലെ കഥയാണ്, നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ കഥയാണ്. ഇതാണ് വിശേഷം. നമ്മൾക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ്. അത് ചെയ്യുമ്പോൾ അതിലെ കഥാപാത്രങ്ങളാവുന്നവർ, ലീഡ് കഥാപാത്രങ്ങൾ നമ്മുടെ അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും പിക്ക് ചെയ്തവർ പോലെ ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹം അതിനകത്തുണ്ടായിരുന്നു. ഒരു ചെയ്തു വെച്ച കഥാപാത്രങ്ങളുടെ ഭാരം ചുമലിലുള്ള ഒരു ആർട്ടിസ്റ്റ് അവിടെ വന്നാൽ നമുക്കറിയാം അവരിനി എങ്ങോട്ട് പോകും, അവരുടെ അടുത്ത മാനർസങ്ങൾ എന്താണ്. കഥാപാത്രത്തിൻ്റെ പോക്ക് പ്രേക്ഷകന് പിടികൊടുക്കാതിരിക്കണം. അങ്ങനെ ആകുമ്പോൾ ആ സിനിമ ഭയങ്കര ഫ്രഷ് ആകും എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാനൊരു പുതിയ ആക്ടറെ അവിടെ വെക്കാമെന്ന് തീരുമാനിക്കുന്നത്. ഈ ആക്ടർ ആര് എന്ന് പറയുന്ന ഒരു ചോദ്യം
അടുത്ത് വരും. അതെ. ആരാണ് പുതിയ ആക്ടർ? ഓക്കെ, പുതിയ ആക്ടർ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റിനും. അപ്പോൾ നമ്മളിത് ചൂസ് ചെയ്യുമ്പോൾ ആപ്റ്റായിട്ടുള്ള ആളല്ലെങ്കിൽ അവിടെ പണി പാളിപ്പോവും. തീർച്ചയായിട്ടും. ഒരൊറ്റ കാര്യം. അപ്പം ഇത് ചൂസ് ചെയ്യുക, അങ്ങനെ ഒരു പുതിയ ആളെ വെക്കുക എന്ന് പറയുന്നത് നമുക്ക് ആസ് എ ഫിലിം മേക്കർ അത് തരുന്ന ഭാരം ഭയങ്കര വലുതാണ്. ഉണ്ടാവും. ഭാരം മീൻസ് അത് ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ഘടകം, അതായത് കണക്റ്റഡ് ആണല്ലോ. കാരണം ഒന്നാമത്തെ കാര്യം സിനിമ എന്ന് പറയുമ്പോൾ പൈസ ഇൻവോൾവ് ആണ് അതിനകത്ത്. ഒരു വലിയ എമൗണ്ട് ഇൻവോൾവ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അവിടെ ഓഫ് കോഴ്സ് താരമൂല്യമൊക്കെ ഭയങ്കര ഘടകമാണ്. കാരണം ഇത് അപ്പോൾ അവിടെ അങ്ങനെ നിൽക്കുന്നിടത്താണ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ, അതിന് ആപ്റ്റായിട്ടുള്ള ആൾ, അതിന് വരുന്ന പുതിയൊരു നടൻ എന്ന് പറയുന്നത് ഒരു താരമൂല്യം ഓൾറെഡി മാർക്കറ്റിൽ ഇല്ലാത്ത ഒരാൾ, അറിയപ്പെടാത്ത ഒരാൾ. അപ്പോൾ ഇയാളെ രജിസ്റ്റർ ചെയ്യിക്കുക എന്നൊക്കെ പറയുന്ന കടമ്പകളുണ്ട് നമുക്ക്. അപ്പോൾ ആ ആൾ ആപ്റ്റ് ആവണം. ആ സെലക്ഷൻ ആപ്റ്റ് അല്ലെങ്കിൽ ഈ പരിപാടി പാളിപ്പോകും. അപ്പം ഞാൻ ഈ തോട്ടുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാനിത് വിശേഷത്തിലെ നായകൻ ഒരു പുതിയ ആളാണ് എന്ന് പറയുമ്പോൾ പലരും അത് ചെയ്യരുത്, അബദ്ധമാണ്, മണ്ടത്തരമാണ്, എന്തിനാണ് അങ്ങനെ സിനിമ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര്. കാരണം എല്ലാ സൈഡിൽ നിന്നും നമുക്ക് നിരുത്സാഹം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഒരു കാര്യം, തുടക്കത്തിൽ തന്നെ ആനന്ദാണെന്ന് ഫിക്സ് ചെയ്തിരുന്നു അല്ലെങ്കിൽ അല്ല, ഏറ്റവും തുടക്കത്തിൽ നമ്മൾ ഇത് ഒരു ആർട്ടിസ്റ്റിനെ മനസ്സിൽ കണ്ടു ചെയ്ത സാധനമല്ല. ആനന്ദ് ഈ സ്ക്രിപ്റ്റ് എഴുതുന്നതും ആരെയും മനസ്സിൽ കണ്ടിട്ടല്ല. ഒരു ആർട്ടിസ്റ്റിനെയും, നമുക്ക് ഒരുപാട് മുഖങ്ങളുണ്ടല്ലോ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് 10-20ഓളം ആർട്ടിസ്റ്റുകൾ നമുക്ക് മുന്നിലുണ്ട്. ഇവരുടെ ആരുടെയും മുഖം മനസ്സിൽ കണ്ടിട്ടല്ല ഞങ്ങൾ ഈ സബ്ജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ആനന്ദിൻ്റെ മനസ്സിൽ അഭിനയിക്കണം എന്നുള്ള തോട്ട് ഒരു ബേസിക് തോട്ട് പോലും അതിനകത്ത് ആനന്ദിൻ്റെ ഉള്ളിലും ഇല്ല. ആനന്ദ് എഴുതുമ്പോഴാണേലും ഓക്കെ മ്യൂസിക് ചെയ്യുന്നു, ഈ എഴുതുന്ന സാധനം തീർച്ചയായും ആനന്ദ് തന്നെയാണ് മ്യൂസിക് ചെയ്യുന്നത്, ബാക്ക്ഗ്രൗണ്ട് സ്കോറും. അതിനപ്പുറമുള്ള ചിന്തയൊന്നുമില്ല. പക്ഷേ അതിലേക്ക് വരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിരിക്കുന്ന ആനന്ദ് കഥ പറയുമ്പോൾ ആനന്ദ് അതൊരു ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്ത് പറയും, ഭയങ്കര ഫീൽ ചെയ്ത്, ഭയങ്കര ഇൻവോൾവ് ചെയ്ത് ഈ കഥ പറയും. അപ്പോൾ നമുക്ക് ആനന്ദിൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നില്ല. അത്ര നമ്മൾ ആ ഒരു മണിക്കൂറോ മറ്റോ ഒക്കെ നമ്മൾ ആ കഥയ്ക്കിരിക്കുമ്പോൾ ഒരു സിനിമ കണ്ട ഫീല് നമുക്ക് കിട്ടും. ഇത്രയും മനോഹരമായിട്ട് ഞങ്ങൾക്കിടയിൽ ഒരു 10-50-ലധികം തവണ കഥാപറച്ചിലുകൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഓരോ വേർഷൻ ഇങ്ങനെ പല 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 വേർഷൻസ് പറഞ്ഞു വരുമ്പോൾ ഓരോ തവണയും എൻ്റെ മനസ്സിൽ ഷിജു ഭക്തൻ എന്ന് പറഞ്ഞ ഈ കഥാപാത്രം ആനന്ദിലങ്ങോട്ട് ഫിക്സായി. ഞാനെപ്പോഴും ആനന്ദിനടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളിനി വേറെ ഓഡീഷൻസ് ചെയ്യുന്നുണ്ടായിരുന്നോ പാരലലി? സ്വാഭാവികമായ പല ചർച്ചകളും പല രീതിയിൽ നടത്തുന്നുണ്ട്. അത് വേറെ വഴിക്ക് പോകുന്നുണ്ട്. സിനിമയുടെ നോർമൽ റൂട്ടിലുള്ള ചർച്ചകൾ പല വഴിക്ക് പോകുന്നുണ്ട്. പല ആർട്ടിസ്റ്റുകളുമായിട്ട് നമ്മൾ സംസാരിക്കുന്നൊക്കെയുണ്ട്. പക്ഷേ ഈ സംസാരങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് എന്ന് പറയുമ്പോൾ എനിക്കൊരു മൊമെൻറ്റ് തോന്നാൻ തുടങ്ങി, നമ്മളുടെ ഇഷ്ടത്തിന് ഈ സിനിമ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ചില മൂവ്മെൻറ്റുകൾ പലയിടത്തുനിന്ന് വന്നു തുടങ്ങിയപ്പോൾ ഞാൻ ആ പരിപാടി വിട്ടു. ടോട്ടലി അത് കട്ട് ഓഫ് ചെയ്തു. എനിക്ക് അതിലേക്ക് പോയി ഈ ഒരു സിനിമ ചെയ്യാനായിട്ട് താല്പര്യമില്ല. കാരണം ഇപ്പോൾ നമ്മൾ മുൻ ചെയ്ത് വെച്ചിരിക്കുന്ന സിനിമകൾ മെഴുതിരിയത്താഴാണേലും പാവയാണേലും കൃഷ്ണൻകുട്ടിയാണേലും ഒക്കെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള സിനിമയാണ്. പക്ഷേ അതൊരു ഹ്യൂജ് ഹിറ്റ് എന്നൊന്നും ഞാൻ പറയില്ല. ഓക്കെ പടമാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെ പോയാൽ പോരാ. നമ്മൾ വിശേഷം എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ ഒരു 4ാമത്തെ സിനിമ കിട്ടുമ്പോൾ അതുകൊണ്ട് സംതിങ് സംഭവിക്കണം എന്നുള്ള ആഗ്രഹം സ്വാഭാവികമായിട്ടും എല്ലാ ഫിലിം മേക്കേഴ്സിനെയും പോലെ നമുക്കുണ്ടാവില്ല. അതൊരു വിശേഷം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കരമായ ആഗ്രഹമുള്ളൊരു കാര്യം. അപ്പോൾ അത് 100% എൻ്റെ കൺട്രോൾ ഫുള്ളായിട്ട് നമുക്ക് A to Z നന്നായി നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ആവണം എന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ കുറച്ച് നാളായിട്ട് ആ തോട്ട് വന്നു തുടങ്ങി. ആനന്ദ് എന്ന് പറഞ്ഞ മുഖത്തിലേക്ക് എനിക്ക് വന്നു തുടങ്ങി. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, എടി നമുക്കിത് ആനന്ദിനെ വെച്ച് ആലോചിക്കാം. അയ്യോ അതെങ്ങനെ ശരിയാവും എന്ന് അവൾ ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ശരിയാവും, എനിക്ക് ഭയങ്കര ഉറപ്പുണ്ട്, ആനന്ദ് നന്നാവും. ഞാൻ അടുത്ത ദിവസം ആനന്ദിനെ ഓഫീസിലേക്ക് വിളിച്ചിട്ട്, ആനന്ദ് നമുക്കൊരു പരിപാടി ആലോചിച്ചാലോ? നോ എന്ന് പറയരുത്, നമുക്ക് ഈ സിനിമ മൂവ് ചെയ്യാം. ഷിജു ഭക്തൻ ആനന്ദ് ചെയ്യുന്നു, എന്ത് പറയുന്നു ചോദിച്ചു. അത് പോയാടാ, ചുമ്മാ തമാശ പറയുന്നത്, നമ്മൾ സിനിമയല്ലേ ചെയ്യുന്നത്, ചുമ്മാ നമ്മൾ ആനന്ദ് കാര്യമായിട്ട് പറയുന്നതാണ്. ശരിയാവും, ആനന്ദ് നല്ല രസമായിട്ട് ഇത് അവതരിപ്പിക്കുന്നുണ്ട്, ശരിയാവുന്ന എനിക്കുറപ്പുണ്ട്, ആനന്ദ് കൂടെ നിന്നാൽ മതി. അതൊന്നും ശരിയാവില്ല എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ റിയാക്ഷൻ. ഈ ഒരു ലെവലിൽ 2-3 ദിവസങ്ങളങ്ങ് പോയി. എനിക്കിത് ആനന്ദിനെ കൺവിൻസ് ചെയ്യാൻ പറ്റി. ആനന്ദ് ചെയ്ത, കാരണം ആനന്ദിന് ഒരുപാട് ചിന്തകൾ വേറെ ഉണ്ട്. കാരണം ആനന്ദ് ഒരു പരിപാടി നിൽക്കുകയാണ്, ഓൾറെഡി മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ലെവലിൽ നിൽക്കുകയാണ്. അതിന് അത് അങ്ങനെ നിൽക്കുമ്പോഴാണ് റൈറ്ററായിട്ട് മാറുന്നത്. അപ്പോൾ അതിനിടയിൽ ആക്ടറും കൂടി ആകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം വെച്ചിട്ടുള്ള പരിപാടികൾ. അപ്പോൾ അവിടെ ഇപ്പുറത്ത് നിൽക്കുന്ന എന്നെ ആനന്ദ് ട്രസ്റ്റ് ചെയ്തു എന്നുള്ളത് വലിയ കാര്യമാണ്. ആസ് എ ടെക്നീഷ്യൻ എന്നെയും മറ്റൊരു ടെക്നീഷ്യൻ നിൽക്കുന്ന ആനന്ദ് എന്നെ ട്രസ്റ്റ് ചെയ്തു. ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ
ഓക്കെ എനിക്കങ്ങനെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മൂവ് ചെയ്യാം എന്നുള്ളൊരു ചിന്ത വരികയും പിന്നെ ഞങ്ങളുടെ ടീമിനകത്ത് നായകൻ ആനന്ദായി ഉറപ്പിച്ചു. മലയാള സിനിമയിൽ ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വേണം, ഇത് തന്നെയാവണം, നായകൻ ഇങ്ങനെയാണ്, നായിക ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. ആസ് എ ഡയറക്ടർ സൂരജിൻ്റെ ഒരു നായകൻ അല്ലെങ്കിൽ ഒരു നായിക എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? എൻ്റെ നായകന് ഇങ്ങനെ ആവണമെന്ന് പറഞ്ഞ് ഞാൻ ഒരു എഴുതി മുൻകൂട്ടി വെച്ചിരിക്കുന്ന ഒരു ചട്ടക്കൂടിൽ നിൽക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം നമുക്ക് അതാണ് ആദ്യം നമ്മൾ എഴുതിയത്, കഥാപാത്രത്തിന് ചേർന്നത് എന്താണോ. അപ്പോൾ നമ്മൾ ആക്ച്വലി അത് മലയാളത്തിൽ ഒന്നും അങ്ങനെ വരാറില്ല. കാരണം ഇതൊരു എപ്പോഴും നമ്മളുടെ നായകന്മാരെ അല്ലെങ്കിൽ നായികമാരെ ചുറ്റിപ്പറ്റി തന്നെയാണ് അവരെ നമ്മൾ കഥയിലേക്ക് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഓഫ് കോഴ്സ് സിനിമയുടെ ഒരു ബിസിനസ് അങ്ങനെ വേണം, എല്ലാ ഭാഷയിലും അങ്ങനെ തന്നെയാണല്ലോ. നേരെ മറിച്ച് കഥയ്ക്ക് അനുയോജ്യമായ, കഥാപാത്രത്തിന് അനുയോജ്യമായ ഒരാളെ ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. കാരണം ആ ആളതിന് സ്യൂട്ടായാൽ മാത്രമേ ഈ പരിപാടി വർക്കാവുള്ളൂ. ഓക്കെ. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള തോട്ടതാണ്. കാരണം ഇന്ന നായക സങ്കല്പമൊന്നുമില്ല, കഥാപാത്രം ഉണ്ടായി വരുന്നത്. ആ കഥാപാത്രം ഇപ്പോൾ ഒരു ഗുണ്ടയാണെങ്കിൽ ആ ഗുണ്ടയെ എങ്ങനെ പുതുമയായിട്ട് അവതരിപ്പിക്കാം. കഥാപാത്രം ഒരു തനിനാടൻ മനുഷ്യനാണെങ്കിൽ ഈ തനിനാടൻ മനുഷ്യൻ നമ്മുടെ ഇടയിലുള്ള ഒരാളാണെന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിൽ എങ്ങനെ ചെയ്യാം. അയാൾ പെർഫോം ചെയ്യണം. ഇയാൾ പെർഫോം ചെയ്താൽ നമ്മൾ ഈ പറഞ്ഞ താരമൂല്യങ്ങളൊക്കെ മറക്കും. ഫസ്റ്റ് തുടക്കത്തിൽ നമുക്ക് തിയേറ്ററിലേക്ക് ഇടിച്ച് കയറുക എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്, അതിന് തടസ്സമായിരിക്കാം. പക്ഷേ നമ്മളുടെ പ്രേക്ഷകർ നല്ലതിനെ അക്സെപ്റ്റ് ചെയ്യുന്നവർ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു ഷോ കഴിയുമ്പോഴത്തേക്കും എടാ അത് കൊള്ളാം, അല്ലെങ്കിൽ എടി അത് കൊള്ളാം, നല്ല സിനിമയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പോയി കാണും. തീർച്ചയായിട്ടും നമ്മൾ ഇതിനകത്തും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പുറത്തുവിട്ട ഒരു ഹീറോ ഇൻട്രൊഡക്ഷൻ ടീസറാണ്. അതിനകത്ത് അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഉദ്ദേശം എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും നായികന്മാരാണ്, നിങ്ങളുടെ ഇടയിൽ നിന്നും ഒരു നായകനെ ഞങ്ങളിതാ അവതരിപ്പിക്കുന്നു. അത് സത്യമാണല്ലോ. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെയാണ് നായികമാർ. കാരണം നമ്മൾ എന്തുമാത്രം പടവെട്ടിയാണ് നമ്മുടെ ഡെയിലി ലൈഫ് കൊണ്ടുപോകുന്നത്. ടീസർ പുറത്ത് വിട്ട സമയത്ത് ഭയങ്കര ആകാംക്ഷയിൽ ഞങ്ങളെല്ലാം കാത്തിരുന്നത് എന്താണ് ഇതിൻ്റെ കമൻസ് വരുന്നത്, എന്താണ് ഇതിൻ്റെ റെസ്പോൺസ് വരുന്നത്. ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് നമുക്ക് കിട്ടി. ഈ ചിന്നുവും ആനന്ദമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ, അവർക്കിടയിലുള്ള ഒരു കെമിസ്ട്രി എന്ന് പറഞ്ഞ സാധനം നമ്മൾ ആ ഫസ്റ്റ് സോങ് കൂടെ പോയപ്പോഴാണ് കൂടുതലും കിട്ടിയത്. നന്നായിട്ടുണ്ട്. അത് നമുക്ക് അങ്ങനെ ജെനുവിൻ കമൻറ്റുകൾ വരാൻ തുടങ്ങിയപ്പോൾ അത് നമുക്ക് തന്ന ഒരു ആത്മവിശ്വാസം നിസ്സാരമല്ല, വളരെ വലുതാണ് സിനിമയുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മളുടെ അടുത്ത് ആദ്യമേ മണ്ടത്തരമാണെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ വിളിച്ചു മാറ്റി പറയാൻ തുടങ്ങി. ഇവിടെ രസമുണ്ട് പരിപാടി. കാരണം ആ കോമ്പിനേഷൻ കൊള്ളാം, ആ ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ വർക്കായിട്ടുണ്ട്, അവരുടെ ഒരു കെമിസ്ട്രി കൊള്ളാം. നമ്മുടെ മലയാള സിനിമ ഇപ്പോൾ 90 വർഷങ്ങൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു സമയത്ത് നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരുപാട് ജോണേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സൈഫൈ, അതേപോലെ തന്നെ ജെൻഡർ ഡിസ്കസ് ചെയ്യുന്ന സിനിമകൾ, റിയൽ സ്റ്റോറീസ്, അങ്ങനെ എല്ലാ ടൈപ്പും എക്സ്പെരിമെൻ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ് ഇപ്പോൾ നമ്മുടെ മലയാള സിനിമ. സോ ആസ് എ ഡയറക്ടർ മലയാള സിനിമയ്ക്ക് ഒരു 1 ലൈൻ ഇൻട്രോ അല്ലെങ്കിൽ 1 ലൈൻ ഡെഫിനിഷൻ പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും പറയുക സൂരജ്? മലയാള സിനിമയിൽ നല്ലത് വന്നാൽ നമ്മുടെ പ്രേക്ഷകർ അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. അതാണ് മലയാള സിനിമ. കാരണം ഇപ്പോൾ അതിൻ്റെ ഭയങ്കരമായ തെളിവുകൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഓരോ കാലഘട്ടത്തിലും ആ സമയത്ത് നിൽക്കുന്ന ആളുകൾ ചെയ്യുന്ന സിനിമക്കാരെപ്പോഴും വന്നുകൊണ്ടിരിക്കുമല്ലോ. ഇപ്പം നമ്മളുടെ ഇപ്പോൾ ഈ ഒരു പ്രായം, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞൊരു അടുത്ത തലമുറ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ പതുക്കെ ചെയ്തു വരുമ്പോൾ അത് ന്യൂ ജനറേഷൻ ആവും. ഇപ്പം ഞങ്ങളുടെ മുന്നേ ഉള്ള പ്രായത്തിലുള്ളവർക്കിടയിൽ നമ്മളുടെ പ്രായത്തിലുള്ളവർ വരുമ്പോഴത്തേക്കും ഞങ്ങൾ ന്യൂ ജനറേഷൻ ആവും. ഈ ജനറേഷൻ എന്ന് പറയുന്ന സാധനം അവിടെ സെയിമാണ്. വരുന്നതും പോകുന്നതുമായ ആൾക്കാരാണല്ലോ മാറുന്നത്. അപ്പോൾ നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ചും നമ്മളുടെ സാങ്കേതിക വിദ്യകൾക്കനുസരിച്ചും ചിന്താഗതികളിൽ മൊത്തത്തിൽ മാറ്റം വരുമ്പോൾ ആ ചിന്താഗതിക്കനുസരിച്ചല്ലേ ഉള്ളൂ നമ്മൾ മൊത്തത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുള്ളൂ. അതെ. അപ്പോൾ സിനിമയുടെ സ്വഭാവം പെട്ടെന്ന് മാറും. അപ്പോൾ ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു തനതായ കാലഘട്ടത്തിൽ ഇതിന് പറ്റുന്ന ഒരുപാട് നല്ല പരീക്ഷണങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. എനിക്ക് ഈ സമീപകാലത്ത് കണ്ട കുറേ സിനിമകൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല പരീക്ഷണങ്ങൾ നടത്താൻ പറ്റിയ മണ്ണാണ് മലയാള സിനിമ. അതെ. സിനിമയ്ക്ക് ഇടുന്ന ടൈറ്റിലുകളാണ്. ഓരോ സിനിമയുടെയും പേരും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരാറുണ്ട്. ആക്ച്വലി വിശേഷം ചെയ്യുന്ന സമയത്തായാലും ഇതിന് വിശേഷം തന്നെയാണോ തീരുമാനിച്ചിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഈ പേര് തന്നെ വെക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? വിശേഷത്തിൻ്റെ കഥ ഞങ്ങൾ ആദ്യം പലരോട് സംസാരിക്കുമ്പോൾ നമുക്ക് അതിന് ടൈറ്റിലൊന്നുമില്ല. വിശേഷത്തിൻ്റെ ടൈറ്റിൽ ഉറയ്ക്കുന്നത് നമ്മുടെ ബാദുഷ ഉണ്ടല്ലോ,
നമ്മുടെ പ്രൊഡ്യൂസർ കൺട്രോളർ ബാദുഷ ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ബാദുക്ക. അപ്പോൾ ഞങ്ങളൊരു ദിവസം ഇരുന്നിട്ട് ബാദുക്കയുടെ ഈ കഥ ഇങ്ങനെ ഒരു രാത്രിയിൽ നറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആനന്ദ് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ചില കാര്യങ്ങൾ ഞാനും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം കഥയൊക്കെ തീർന്ന് വന്നപ്പോഴത്തേക്കും ബാദുക്ക എണീറ്റ് എടാ അത് കൊള്ളാം, അടിപൊളിയാണ്, സാധനം കൈയൊക്കെ തന്നു. അപ്പോൾ ഞാനന്നേരം എൻ്റെ വായി വന്ന് ഒരുപക്ഷെ വിശേഷം എന്നൊക്കെ ആയിരിക്കും നമ്മളിതിന് ടൈറ്റിലിടുന്നത് എന്നങ്ങ് വെറുതെ അങ്ങ് പറഞ്ഞു, വെറുതെ പറഞ്ഞൊരു പറച്ചിലാണത്. തീരുമാനമൊന്നും വേണ്ടല്ലേ, ചുമ്മാ പറഞ്ഞതാണ്. ടൈറ്റിൽ ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടില്ലായിരുന്നു. ഒരുപക്ഷെ വിശേഷം എന്നൊക്കെ ആയിരിക്കും നമ്മളിതിനൊരു ടൈറ്റിലിടുന്നത്. അത് കൊള്ളാം, വിശേഷം കൊള്ളാം, പുള്ളിയും പറഞ്ഞു. ഞങ്ങൾ ആക്ച്വലി അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ആനന്ദനോട് പറഞ്ഞു, ചേട്ടാ നല്ല ടൈറ്റിലാണ് വിശേഷം, പക്ഷേ വിശേഷം ഭയങ്കര കോമൺ വേർഡാണ്, ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഞങ്ങൾ അടുത്ത ദിവസം ചേംബറിലേക്ക് അന്വേഷിക്കുമ്പോൾ വിശേഷം എന്ന് പറഞ്ഞാൽ ആരും ഇട്ടിട്ടില്ല ടൈറ്റിൽ. കാര്യം നമ്മൾ എല്ലാ കഥാ ചർച്ചകളിലും സ്ഥിരം വരുന്ന വാക്കാണ് ഈ വിശേഷം എന്നൊക്കെ പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ അങ്ങനത്തെ കുറേ പേരുകളാണ്, പ്രേമം, പ്രണയം, ഇതൊക്കെ നമ്മൾ എപ്പോഴും പലരും കഥ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തുണ്ട് വാക്ക്. ഇത് പലതവണ പറഞ്ഞു തന്നെയായിരിക്കും നമ്മളത് പറയുന്നത്, പക്ഷേ അത് സിനിമയിൽ കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ നമുക്ക് അവിടെ ഒരു സ്പേസ് കിടപ്പുണ്ടായിരുന്നു, വിശേഷം എന്ന് പറഞ്ഞ്. വിശേഷത്തിൻ്റെ മുന്നിലും പിന്നിലും വേറെ വാക്കുകൾ വെച്ചിട്ട് പല സിനിമകളുണ്ട്, പക്ഷേ പ്യുവർലി വിശേഷം എന്ന് പറഞ്ഞ് വളരെ കോമൺ വേർഡ് സിനിമയിൽ ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ചില ചോദ്യങ്ങളും ഈ സിനിമയിൽ ഒരു ക്വസ്റ്റൻ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഷിജു ഭക്തൻ എന്ന് പറയുന്ന ആളൊരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. ആ മോട്ടിവേഷണൽ സ്പീക്കർ തന്നെയാണ് പല സ്ഥലങ്ങളിലും ഈ മോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്തായാലും പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അതിൻ്റെ സമയത്ത് ഇപ്പോൾ പ്രൊമോഷന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കറക്റ്റ് ചെയ്യും? ശരിക്കും പറഞ്ഞാൽ ഈ സെക്കൻഡ് ചാൻസ് ആക്ച്വലി ഡിസേർവിംഗ് ആണോ? അങ്ങനെ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അത് കൊടുക്കുന്നത് ഓക്കെ ആണോ? സെക്കൻഡ് ചാൻസ് കൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റം വന്ന ഒത്തിരി പേരുണ്ട്, സെക്കൻഡ് ചാൻസ് കൊണ്ട്. അപ്പോൾ അത് ഡിസേർവിങ് അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ എനിക്ക് ഒരു അവസരം കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നന്നാക്കുമായിരുന്നു എന്ന് പറയുന്ന നമ്മൾ ആദ്യം ചെയ്യുന്ന ചില കാര്യങ്ങൾ പാളിപ്പോയെന്നിരിക്കും, പക്ഷെ അത് ആ പാളിയാലേ പഠിക്കുള്ളൂ. അപ്പോൾ അവർക്ക് സെക്കൻഡ് ചാൻസ് മസ്റ്റാണ്. സെക്കൻഡ് ചാൻസ് മസ്റ്റാണ് അവർക്ക്. കാരണം ഇനി നിനക്ക് അവസരമില്ല, നിൻ്റെ ഇത് തീർന്നു എന്ന് നമുക്ക് പറയുന്നത് അക്രമമാണ്. ഒരവസരം കൊടുക്കണം എല്ലാവർക്കും. സൂരജിന് അങ്ങനെ ഒരു സെക്കൻഡ് ചാൻസ് തരാണെന്നുണ്ടെങ്കിൽ വാട്ട് വുഡ് യു ലൈക്ക് ടു ചേഞ്ച്? അല്ലെങ്കിൽ ഇന്നൊരു കാര്യത്തിന് എനിക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടിയെന്നുണ്ടെങ്കിൽ ഐ വുഡ് ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ബിഗ്. ഞാൻ ആക്ച്വലി അതേപറ്റി ചിന്തിച്ചിട്ടില്ല. കാരണം എനിക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ചാൻസിൽ തന്നെ ഞാൻ ഹാപ്പിയാണ്. കാരണം എനിക്ക് ഫസ്റ്റ് ചാൻസിൽ, അതായത് ഫസ്റ്റ് ചാൻസ് മീൻസ് എൻ്റെ ഇപ്പോഴത്തെ ലൈഫിൽ ഒരു കാര്യവും പാളിപ്പോയതായിട്ട് അല്ലെങ്കിൽ തെറ്റിയിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഓരോ കാര്യങ്ങളും നടക്കണമെങ്കിൽ അതിന് പ്രീവിയസ് വേണമായിരുന്നു, അത് അതിലേക്കുള്ള ചവിട്ടുപടിയാണ്, പാഠമായിരുന്നു എന്ന് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്.